മുട്ടി നിൽക്കുവോ പാവം. ഇതൊക്കെ മാത്രം കഴിച്ചുകൊണ്ട് എമ്പുരാണ് എങ്ങനെയായി സൗന്ദര്യം നിലനിർത്തുന്നത്? നമ്മൾ തമ്മിൽ ഇത്രയും പെട്ടെന്ന് ലവ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ല, ഞാൻ കിച്ചണിൽ ലീവ് ഇട്ടു. അതുകൊണ്ട് ഞങ്ങൾ സ്നാക്സ് ഒക്കെ പാക്ക് ചെയ്തിട്ട് ദൂരദേശത്തൊരു പച്ചക്കറി കടയിലേക്ക് ഞങ്ങൾ പോവാണ്. ഇവിടെയൊന്നും പച്ചക്കറി വാങ്ങിക്കാൻ കടയില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഒരു രസം. ഇത് ഇവിടെ എള്ളയിൽ വെച്ച് ഏറ്റവും വലിയൊരു ഫാമേഴ്സ് മാർക്കറ്റാണ്. അത് മാത്രമല്ല, ഞങ്ങൾ അവിടെ ഒരു കുഞ്ഞി ട്രെയിൻ റൈഡും കൂടെ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത കുറച്ച് നിമിഷങ്ങൾ എൻ്റെ കൂടെ ട്രാവൽ ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചതിൽ വളരെ നന്ദിയുണ്ട്. എന്നാൽ നമുക്ക് കനേഡിയൻ ചന്ത കാണാൻ പോകാം. അപ്പാട് മസ്റ്റാണ് എവിടെ പോകണമെങ്കിലും. അതുകൊണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് പാക്ക് ചെയ്തു, കാറിൽ തന്നെ ഈ പരിപാടിയൊക്കെ കഴിച്ചു. എന്നാലും ചായ വേണമല്ലോ, അതില്ലാണ്ട് നമ്മൾ മലയാളികൾക്ക് ഒരു സുഖമില്ല. അപ്പോൾ ചായയും കാപ്പിയൊക്കെ സൈഡിൽ ഡ്രൈവ് ത്രൂ വഴി വാങ്ങാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞങ്ങൾ നേരെ വിട്ടു. ഇവിടെ നിന്നൊരു 2 hours ട്രാവൽ ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫാമേഴ്സ് മാർക്കറ്റിൽ ഫൈനലി എത്തി. ഈ കാണുന്നതാണ് കർഷകന്റെ മാർക്കറ്റ്. ഇന്ത്യൻ മിലിറ്ററിയുടെ സൈബർ ഇന്റലിജൻസ് വിങ്ങിന്റെ കമാൻഡിംഗ് ഓഫീസർ മേജർ ശ്രീകുമാർ. പണ്ടൊക്കെ വെച്ച് നമ്മളെ വീട്ടിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന പോലത്തെ ടേബിൾ ക്ലോത്ത്. ലബൂബു വെക്കുന്നുണ്ട് അവർ, വേണോ? ഡ്യൂപ്ലിക്കേറ്റ് ലബൂബു. ഇപ്പം തന്നെ ഒരു ചേട്ടൻ അവിടെ നിന്ന് അഭ്യാസമൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. നാട്ടിൽ ചന്തയ്ക്ക് പോയതുപോലെ തന്നെ ഉണ്ട് കാണാൻ. അവിടെ നിന്ന് ചേട്ടന് ടാറ്റയൊക്കെ കൊടുത്തിട്ട് അടുത്തതിൻ്റെ പച്ചക്കറി തപ്പാൻ ഞാൻ ഇറങ്ങി. ഇവിടെ പല സ്ഥലത്തു നിന്നും ഫാമേഴ്സ് വന്നിട്ട് അവർക്ക് ഒരു സ്റ്റോർ പോലെ ഓപ്പൺ ചെയ്ത് അവർ ഫാക്ടറിയിലോ അവരുടെ ഫാമിൽ വളർത്തിയ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇല്ലെങ്കിൽ മീറ്റ്സ്, അവിടെ ക്യൂറേറ്റ് ചെയ്ത മീറ്റ്സൊക്കെയാണ് ഇവിടെ വിൽക്കുന്നത്. അതാണ് ഈ മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ബൾക്കിൽ വാങ്ങിയാൽ കുറച്ചുകൂടെ ചീപ്പറായിട്ട് കിട്ടും. ഇപ്പം നമ്മൾക്ക് വാങ്ങി ഫ്രീസ് ചെയ്ത് വെക്കുകയാണെങ്കിലൊക്കെ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പക്ഷേ ഡൽഹി മീറ്റൊന്നും ഞാൻ തിന്നില്ല, ഇത് നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. കണ്ടപ്പോൾ എങ്ങനെ വാരിക്കൊണ്ടുപോകാൻ തോന്നിയിട്ടോ. ഇവിടെ ഒരു കുട്ടയ്ക്ക് $7 വെച്ചാൽ വിറ്റുണ്ടെന്ന്. ഓരോ ഫാമേഴ്സും അവരവരുടെ പ്രോഡക്ട്സിൻ്റെ പ്രൈസ് അവരാണ് ഡിസൈഡ് ചെയ്യുന്നത്. സോ നമുക്കിവിടെ വില കൂടുതലാണെന്ന് തോന്നിയാൽ അടുത്ത കുറച്ചുകൂടെ ഉള്ളിൽ പോയി നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് കുറച്ച് പ്രൈസിൽ കിട്ടും സെയിം സാധനം. ഇതൊക്കെ വെറുതെ കണ്ട് നടക്കാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ബൾക്കായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങി നിങ്ങൾ ചോപ്പ് ചെയ്ത് ഒരു ഫ്രീസർ ബാഗിലാക്കി ഫ്രീസൊക്കെ ചെയ്താൽ കുറേ ദിവസം നിൽക്കും. കൊള്ളാമോ? നല്ല മണം. 10 രൂപ. 10 രൂപ 700 രൂപ. ഫുഡ് ഐറ്റംസ് മാത്രമല്ല, ഇതുപോലത്തെ ഹോം ഗുഡ്സ് ഉണ്ടായിരുന്നു. ഗാർലിക്കിന്റെ തണ്ടാണ് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. ചുരുണ്ട് ഒരു ബാസ്ക്കറ്റിന് $5. ഇതെന്താ തക്കാളിന്റെ സൈസ് എത്ര വലുതാണ്? ഇതിനൊരു മൂക്കുണ്ട്. മൂക്ക് നിന്റെ മൂക്കോലോ. ഒരു ചീര തപ്പി വന്നതാ ഞാൻ. ചുമന്ന ചീര നോക്കാൻ വേണ്ടി വന്നതാ. അതിവിടെ എവിടെയും കിട്ടാറില്ല, ഇവിടെ മാത്രമേ കിട്ടുള്ളൂ എന്നും പറഞ്ഞു വന്നതാ. ഇനി ഞാൻ എത്ര ദൂരം നടക്കണം? ഇത് ചുമന്ന ചീരല്ല, ഇത് ചുമന്ന കീരനാ. ഇവിടുന്ന് വല്ലതും കഴിക്കാൻ വേണോ? ഇതെന്താ സാധനം എനിക്ക് അറിഞ്ഞൂടാ. ചിക്കൻ, അത് ടർക്കി. ചേട്ടൻ്റെ വക ഒരു ചെറിയ ഗാനമേളൊക്കെ കേട്ടു. നീ അടിച്ചിട്ടുണ്ട് അതുപോലെ ടപ്പ ചെറുപ്പത്തില്? ഇല്ല, വെരി ബാഡ്. നടന്ന് കാല് തളർന്നു, പക്ഷെ ചീര കിട്ടിയില്ല. പിന്നെ ഓണത്തിനൊക്കെ പൂ മേടിക്കണമെങ്കിൽ ഇവിടെ നിന്ന് വന്ന് മേടിക്കണം. ബൾക്കിൽ കുറച്ചുകൂടി ചീപ്പറായിരുന്നു ഇവിടെ. പക്ഷേ നമ്മൾ ഇത്രയും ദൂരം വരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നെ മീറ്റ്സ് റെഗുലർ സ്റ്റോറിൽ കിട്ടുന്നേക്കാളും ഇവിടെ ചീപ്പറാണ്. നിങ്ങൾക്ക് ഫ്രീസർ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങി വെക്കാവുന്നതാണ്. ഓൾമോസ്റ്റ് മിസ്സായതിന് ഞങ്ങൾ ഓടി എത്തിയപ്പോൾ തന്നെയാണ് ട്രെയിന് വന്ന് നിന്നത്. അപ്പോൾ മിസ്സായി പോകുന്നൊരു പേടിയുണ്ടായിരുന്നു. പെട്ടെന്ന് ചാടിക്കയറി ഉള്ളിൽ. ഇവർ പിള്ളേർക്കും പിന്നെ ടൂറിസ്റ്റിനും ഒക്കെ വേണ്ടിയിട്ട് പഴയ ലോക്കോമോട്ടീവ് എൻജിനെ കുറച്ച് പുതുപ്പിച്ചിട്ട് അതിനെ ഇങ്ങനെ ഒരു 1 hour to 2 hour ഒരു ട്രെയിൻ റൈഡ് പോലെ അവർ ഇവിടെ ടിക്കറ്റ് എടുത്ത് അനുവദിക്കുന്നുണ്ട് നമുക്ക് പോകാൻ. ഒരു 4 stops ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ. ഈ വില്ലേജ് മൊത്തം ചുറ്റി കാണാനാണെങ്കിൽ നമുക്ക് ഇറങ്ങി കയറാം. എൻ്റെ മോളെക്കാളും എനിക്കായിരുന്നു എന്ന് തോന്നുന്നു ഇതിൽ കയറാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ഫാദേഴ്സ് ഡേക്കുള്ള സ്പെഷ്യൽ ട്രെയിൻ ആയിരുന്നു, അതുകൊണ്ട് ഫാദേഴ്സിനൊക്കെ ഫ്രീ സീറ്റ് ആയിരുന്നു. ഞങ്ങൾ കാനഡയിൽ വന്നിട്ട് ഏതാണ്ട് 8 വർഷത്തോളം ആയത്. അതുകൊണ്ട്
8 വർഷത്തോളമായി ഞങ്ങൾ ഒരു പ്രോപ്പർ ട്രെയിനിൽ കയറിയിട്ട് നാട്ടിലൊക്കെ പോകുമ്പോൾ വെക്കേഷനൊക്കെ പോകുമ്പോഴാണ് നമുക്ക് ട്രെയിനിൽ കയറാനൊക്കെ ഓപ്പർച്യൂണിറ്റി കിട്ടുക. അപ്പോൾ വല്ലാത്തൊരു നോസ്റ്റാൾജിക് ഫീലായിരുന്നു ഇതിലിരുന്ന് കുറച്ച് നേരം കളിയും ചിരിയൊക്കെ ആയിട്ട് പോവാൻ നല്ല രസമുണ്ടായിരുന്നു. ചെറുപ്പത്തിലേ എനിക്ക് നാട്ടിൽ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പോയി എത്തിപ്പെടുന്ന സ്ഥലത്തിനോടല്ലായിരുന്നു, പക്ഷെ അധികം ഈ 7-8 hours ഒരു ട്രെയിൻ യാത്ര ഇതൊരു വല്ലാത്ത ഫീലിംഗ് ആണ്. എനിക്ക് ഉണ്ടായിരുന്ന അതേ എക്സൈറ്റ്മെൻറ്റ് എൻ്റെ മോളുടെ അടുത്ത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ചിലവർക്ക് ഇതൊരു ചെറിയ കാര്യമായിരിക്കാം, പക്ഷെ ഞങ്ങൾക്ക് ഇതാണ് ഒരു കൊച്ചു സന്തോഷം. അങ്ങനെ ആ റൈഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വിശന്ന് വല്ലാതായപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് ഒരു റെസ്റ്റോറൻറ്റിൽ സ്റ്റോപ്പ് ചെയ്തു ഫുഡ് കഴിക്കാനായിട്ട്. ഒരാളുടെ നാപ്പ് ടൈമായി, പക്ഷെ ഞങ്ങൾ പെട്ടെന്ന് ഓർഡറൊക്കെ ചെയ്ത് ആദ്യം അവർക്ക് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഉറക്കം തൂങ്ങി നടക്കുമായിരുന്നു ഒരാൾ. കഴിക്കാൻ ചോറ് മീൻകറി. ചോറ് മീൻകറി, പിന്നെ ഇപ്പൊ കഴിക്കും മീൻകറി. ചിക്കൻ ബിരിയാണി പറഞ്ഞിട്ട് ചിക്കൻ കാട്ട് വരും, കാട്ടി വറുക്കും. ഞങ്ങളൊരു ചെട്ടിനാട് റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. നല്ല വിശക്കുമ്പോൾ ചോറിനാണ് നമുക്ക് തോന്നുന്നു. ഈ ഫുഡ് ഓർഡർ ചെയ്യലും വരുന്നതിൻ്റെയും ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് മോള് ഉറങ്ങിപ്പോകാണ്ടിരിക്കാൻ ഞങ്ങൾ അതും ഇതും കൈയും കാലും കാണിച്ചൊക്കെ ഇരുത്തുമായിരുന്നു അവളെ. Thank you. പിച്ച് പോട്ട കോഴിമാരായിരുന്നു. പക്ഷെ ഇത് ഫ്രൈ അല്ലല്ലോ. എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഫ്രൈ ആക്കി തരുമോ. ഫുഡ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. സാധാരണ ഇവിടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറിയാൽ അത്ര തൃപ്തികരമായിട്ടുണ്ടാവില്ല ഫുഡ് കഴിക്കാൻ. ഞങ്ങൾ വാങ്ങിയത് ജീരകശാല ചിക്കൻ 65 ബിരിയാണിയും പിന്നെ മീൽസും കൂടിയായിരുന്നു, നോൺ വെജ് മീൽസ്. ഫുഡ് ചാൻസേ ഇല്ലായിരുന്നു, എല്ലാം വളരെ ടേസ്റ്റി ആയിരുന്നു. ഇവിടെ ജനറലി മീൽസ് എന്ന് പറയുമ്പോൾ ഇത്രയും വെറൈറ്റി കിട്ടില്ലായിരുന്നു. ഇത് ഞങ്ങൾ കുറച്ച് ദൂരെ ഉള്ള സ്ഥലത്ത് വന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇവിടെ കിട്ടുന്ന ഫുഡ് നന്നുണ്ടാവോ ഇല്ലയോ എന്ന്. പക്ഷെ എൻ്റെ മോളും നല്ല ആസ്വദിച്ച് കഴിച്ചു. ഇതിൽ ചിക്കൻ രസം, റെഗുലർ രസം, പൊരിയൽ, പരിപ്പ്, കാരക്കുഴമ്പ്, സേർവ, സാമ്പാർ, അങ്ങനെ കുറേ കൂട്ട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അതല്ലാണ്ട് ഒരു കപ്പ് ചിക്കൻ കറിയും തന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ചെറിയ പൊറോട്ടയും. ഇന്ന് ഇവിടെ നിന്നൊക്കെ വാരി വലിച്ച് തിന്ന് എനിക്ക് ആർത്തി മൂത്തിട്ടാണോ വിശന്നിട്ടാണോ എന്നൊന്നും അറിയില്ല. ഇവിടെ നല്ല ബിരിയാണി കിട്ടുന്നത് തന്നെ വളരെ അപൂർവമാണ്. അതുകൊണ്ട് ഈ ബിരിയാണി കഴിച്ചിട്ട് എനിക്ക് നല്ല ഫ്ലേവറും കാര്യങ്ങളും ഉണ്ടായിരുന്നു, ചെന്നൈയിൽ കിട്ടുന്ന പോലെ തന്നെ. അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും നോക്കിയില്ല, ഇരുന്ന് ഞാൻ മുക്കുമായിരുന്നു. അവിടെ നിന്നെല്ലാം കഴിച്ച് 2 ഏമ്പൊക്കെ വിട്ട് ഒരു ജ്യൂസും വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പുറപ്പെടുവാണ്. ഇത്രയും നേരം എന്നോട് ടൈം സ്പെൻഡ് ചെയ്തതിൽ താങ്ക് യു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റൊന്നും ചെയ്യാൻ മറക്കരുത്. ബൈ.